നമ്മൾ ഇപ്പോൾ ഉള്ളത് പാലക്കാട് കല്ലേക്കാടുള്ള വ്യാസവിദ്യാപീഠത്തിലാണ്. ഒരു ഗുരുകുലത്തിൻ്റെ മാതൃകയിലുള്ള ഈ CBSE വിദ്യാലയത്തിൻ്റെ പ്രത്യേകതകൾ ഏറെയാണ്. ബൃഹത്തായ അങ്കണത്തിലെ ചൈതന്യമായി വിളങ്ങുന്ന ക്ഷേത്രം, വിദ്യാർത്ഥികൾക്ക് വിവിധ കലാകായിക മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിക്കാൻ ആവശ്യമായ വിസ്താരമായ മൈതാനം, പിന്നെ മറ്റെവിടെയും കാണാത്തവണ്ണം കേരളത്തിൻ്റെ ആയോധന കലയായ കളരി അഭ്യസിക്കാൻ ശാസ്ത്രീയമായ ഒരു കുഴിക്കളരി. ഇന്ന് നമുക്ക് ഈ കളരിയെക്കുറിച്ച് ഇവിടുത്തെ അധികാരികളിൽ നിന്നും നേരിട്ടറിയാം. എൻ്റെ പേര് ദേവൻ, കല്ലേക്കാട് വ്യാസവിദ്യാപീഠത്തിലെ പ്രിൻസിപ്പലാണ്. ഞങ്ങളുടെ വിദ്യാലയം ഒരു ഓൾ ഇന്ത്യ സംഘടനയായ വിദ്യാഭാരതിയുടെ ഭാഗമാണ്. വിദ്യാഭാരതി പ്രധാനമായിട്ടും 5 വിഷയങ്ങൾ അത് കോർ സബ്ജക്ട്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് പഞ്ചാംഗ ശിക്ഷണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു വിഷയം ശാരീരികമാണ്, അതായത് ഫിസിക്കൽ എഡ്യൂക്കേഷനാണ്. അത് യോഗ, സംസ്കൃതം, ശാരീരിക്, മ്യൂസിക്, മോറൽ ആൻഡ് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ, ഇങ്ങനെ 5 വിഷയങ്ങളാണ്. അപ്പോൾ അതിൽ ഒരു വിഷയമായ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ മായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ കളരി. കേരളത്തിലെ വളരെ ശ്രേഷ്ഠമായ ഒരു മാർഷൽ ആർട്ടാണ് കളരി. എനിക്ക് തോന്നുന്നത് രാജാക്കന്മാർ നല്ല സൈനികരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിൽ ആദ്യമായിട്ട് കളരി സ്ഥാപിക്കുന്നത്. പക്ഷെ അതിനുശേഷം അത് ജനങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും അത് തുടങ്ങുകയുണ്ടായി. അപ്പം നമ്മളുടെ വിദ്യാലയവും അതിനെക്കുറിച്ച് ചിന്തിച്ചു. കാരണം നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികളുടെ ജീവിതശൈലി പലപ്പോഴും നമുക്കറിയാം, സൊസൈറ്റിയിൽ ഉള്ള തെറ്റായ രീതിയിലേക്ക് അവർ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരികയും കുറച്ചുകൂടെ നല്ലൊരു സങ്കല്പം ആരോഗ്യത്തെക്കുറിച്ചും അവരുടെ ശരീരത്തെക്കുറിച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കളരി സഹായിക്കും എന്ന് ബോധ്യം വന്നപ്പോൾ ഞങ്ങൾ കളരി സ്റ്റാർട്ട് ചെയ്യുകയാണ്. കളരി തുടങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. അത് കുറച്ചുകൂടെ സയൻറ്റിഫിക് ആയിട്ട് തുടങ്ങണമെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള നല്ല കളരി ആശാന്മാർ കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തി അവരുടെ സഹായത്തിലാണ് ഞങ്ങൾ കളരി ആരംഭിച്ചത്. ഒരു കുഴിക്കളരിയാണിത്. ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ സായിയുടെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റെക്കഗ്നേഷനോട് കൂടിയിട്ടാണ് നമ്മൾ ഈ കളരി നടത്തുന്നത്. അത് തുടങ്ങിയതിന് ശേഷം ഈ കുട്ടികൾക്ക് എങ്ങനെ കളരി എഡ്യൂക്കേഷൻ കൊടുക്കാം എന്നുള്ളത് വന്നു. അതൊരു വലിയൊരു ചലഞ്ചാണ്. കാരണം 9 മണിക്ക് കുട്ടികൾ വരുന്നു, 3:30 മണിക്ക് അവർ തിരിച്ചു പോകുന്നു. ഇതിനിടയ്ക്ക് കളരി അഭ്യസിക്കാൻ പറ്റിയ സാഹചര്യവും സമയവും വളരെ കുറവാണ്. അപ്പോൾ അതിനെങ്ങനെ അതിജീവിക്കാം എന്ന് ചിന്തിച്ചു. ഞങ്ങളതിനൊരു പരിഹാരവും കണ്ടു. ഇപ്പോൾ ഇവിടെ കളരി വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സ്കൂളുകളിലും ചില സ്കൂളുകളിലെങ്കിലും കളരികൾ തുടങ്ങേണ്ടത് അത്യാവശ്യമാണെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് കണ്ടെത്തിയ സമയം എങ്ങനെയെന്ന് വെച്ചാൽ, ക്ലാസ് അവേഴ്സിൽ ചെയ്യുന്നുണ്ട്. പർട്ടിക്കുലർ പീരീഡ് കൊടുത്തിട്ട് ആ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. കൂടാതെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പുള്ള, അത് വർക്കിംഗ് ഡേയ്സിൽ ക്ലാസ് തുടങ്ങുന്നതിന് മോർണിംഗ് സെഷൻ കുട്ടികൾക്ക് താല്പര്യമുള്ളവർക്ക് പഠിക്കാം. അതേപോലെ ക്ലാസ്സിന് ശേഷവും അവർക്ക് കളരി പഠിപ്പിക്കുന്നുണ്ട്. ചില കുട്ടികൾക്ക് ക്ലാസ് അവേഴ്സിൽ വന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നെങ്കിൽ അവർക്ക് ഹോളിഡേയ്സിൽ, സാറ്റർഡേയ്സിലും സൺഡേയ്സിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ടൈപ്പ് ആൾക്കാരെയും കാറ്റർ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അവരുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ അവരെ സഹായിക്കുന്നുണ്ട്. നല്ലൊരു ശതമാനം കുട്ടികളും നമ്മുടെ കളരിയെക്കുറിച്ച് അറിയുകയും കുറേ കാര്യങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. ഇത് പ്രായോഗിക തലത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കുറച്ച് ശ്രമിച്ചാൽ സാധിക്കും എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. റെഗുലറായിട്ട് കളരിയിൽ വന്ന് അഭ്യസിക്കുന്ന കുട്ടികളിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കളരി അഭ്യസിക്കുന്ന കുട്ടികളും അഭ്യസിക്കാത്ത കുട്ടികളെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് വളരെ സ്പഷ്ടമാണ്. അത് ഒരു സംഗതി എന്തെന്ന് വെച്ചാൽ, ഈ ആരോഗ്യം, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉള്ള ആരോഗ്യം കുറയുമ്പോഴാണ് നമ്മൾ പലപ്പോഴും തെറ്റായ രീതിയിലേക്ക് പോകുന്നത്. ശരീരവും മനസ്സും ശക്തമാണെങ്കിൽ സ്വാഭാവികമായിട്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടുമുള്ള എല്ലാ ഹാപ്പിനെസ്സും അവർക്ക് അനുഭവിക്കാൻ പറ്റും. മറിച്ചാണെങ്കിൽ സാധിക്കില്ല. അത് നിരാശയിലും കുറ്റബോധത്തിലും നഷ്ടബോധത്തിലൊക്കെയാണ് കലാശിക്കുക. അപ്പോൾ ഈ ശാരീരികമായും മാനസികമായിട്ടുള്ള ആരോഗ്യം നിലനിർത്താൻ കളരി വളരെ സഹായിക്കും എന്നുള്ളതാണ് ഒരു ഫാക്ടർ.
രണ്ടാമത്തൊരു സംഗതി, ഈ കുട്ടികളിൽ ക്ഷമ എന്നുള്ളൊരു സംഗതി ഉണ്ടാവാൻ ഇത് വളരെ കൂടുതൽ സഹായിക്കുന്നുണ്ട്. അത് കളരിയിൽ വന്ന് അഭ്യസിച്ച് തുടങ്ങിയാൽ തനിയെ ക്ഷമ അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. മൂന്നാമത് ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില സങ്കല്പങ്ങൾ, ചില ആചാരങ്ങൾ നമ്മുടെ കുട്ടികളിൽ നിന്ന് പോയിട്ടുണ്ട്. ഉദാഹരണത്തിന് ആചാര്യന്മാരെ ബഹുമാനിക്കുക, മുതിർന്ന ആൾക്കാരെ ബഹുമാനിക്കുക, ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് അന്യമാണ്. അതൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്നത്. അച്ഛനെയും അമ്മയുടെയും കാലുതൊട്ട് വന്നിക്കുക, അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കുക എന്നൊക്കെ വെച്ചാൽ ഇന്നത്തെ മോഡേൺ ഏജിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒക്വേർഡ് ആയിട്ടുള്ളൊരു സംഗതിയാണ്, ഔട്ട്ഡേറ്റഡ് ആണ്. പക്ഷെ കളരിയിൽ വരുന്ന കുട്ടി നിർബന്ധമായിട്ടും ചെയ്യുന്നൊരു സംഗതിയാണ് ആചാര്യനെ ഗുരുവായിട്ട് സങ്കല്പിക്കുക. ദൈവമായിട്ട് തന്നെയാണ് കാണുന്നത്. ആചാര്യൻ പറഞ്ഞ വാക്കിന് അപ്പുറത്ത് അവർ പോകില്ല. കാരണം ആ ഒരു റെസ്പെക്റ്റും അദ്ദേഹത്തോടുള്ള ആദരവും, കളരി ആശാനോടുള്ള ആദരവും ആ കുട്ടികളിലുണ്ട്. അത് സ്വാഭാവികമായിട്ടും സ്കൂളിലും റിഫ്ലക്റ്റ് ചെയ്യും. മറ്റു ടീച്ചേഴ്സിനോടും ആ ഒരു സ്നേഹവും ആദരവും ആ കുട്ടികളിൽ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. മറ്റൊരു സംഗതി, കുട്ടികളുടെ പല ദുശീലങ്ങളിൽ നിന്നും അവരെ നമുക്ക് മാറ്റി അകറ്റി നിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് സത്യം. കാരണം അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് അവെയറാണ്. ശരിക്കും ആരോഗ്യം എങ്ങനെ നിലനിർത്തണം, അതിൻ്റെ ആവശ്യം എന്താണെന്നൊരു ബോധമുണ്ട്. അപ്പോൾ ഈ ഡ്രിങ്ക്സ് ഇങ്ങനെയുള്ള തെറ്റായ സംഗതികളിലേക്ക് ആ കുട്ടികൾ പോകാറില്ല. എന്ന് മാത്രമല്ല, മറ്റു കുട്ടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിലും ഈ കുട്ടികൾ മുൻപിൽ നിൽക്കുന്നുണ്ട്. ഈ കളരിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, അത് യോഗ പോലെയാണ്. നമുക്കറിയാം, നമ്മുടെ ഇടയിൽ ഒരുപാട് മാർഷൽ ആർട്സ് ഉണ്ട്, പല ടൈപ്പ്, ഒരുപാട് ഉണ്ട്. അതുപോലെയല്ല ഈ കളരി. ഇതിൻ്റെ പ്രത്യേകത, ഇത് ഏത് സമയത്തും ഒരാൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ആർക്കും ഇത് പ്രാക്ടീസ് ചെയ്യാം. ഒരു കുട്ടിക്കും പ്രായമുള്ള ആൾക്കും ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇത് നമുക്ക് നിർത്തേണ്ടി വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മറിച്ച് മറ്റു തരത്തിലുള്ള കുറച്ച് വയലൻ്റ് ആയിട്ടുള്ള മാർഷൽ ആർട്സ് ഒരു ഏജ് കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. പക്ഷെ കളരി അതല്ല, വളരെ നൈസർഗികമായിട്ടുള്ള സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അപ്പോൾ അത് നമ്മൾ അതിനകത്ത് ലയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് അവസാനിക്കുന്നത് വരെ നമുക്കിതിനെ നമ്മുടെ കൂടെ ഒരു ഊന്നുവടി പോലെ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. മറ്റൊരു സംഗതി, ഇത് ഹൈലി സയൻറ്റിഫിക് ആണ്. നമ്മുടെ ശരീരത്തിൻ്റെ പേശികൾ, ജോയിൻസ്, സ്കെൽട്ടൻ സിസ്റ്റം, അതേപോലെ മർമ്മം, ബ്രെയിൻ, ഇതെല്ലാം ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായ ധാരണയുള്ള ആൾക്കാരാണ് ഇത് പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു മോശമായ ഒരു സൈഡ് എഫക്റ്റ് ഒരിക്കലും കളരി പഠിച്ചാൽ ഉണ്ടാവില്ല. മറിച്ച് മറ്റ് മാർഷൽ ആർട്സിനകത്ത് ചെറിയ പിഴവുകൾ വന്നാൽ നമ്മുടെ കൈക്കും കാലിനും ശരീരത്തിനൊക്കെ ഡാമേജ് വരാനും അത് വലിയ ഒരു കുഴപ്പമായിട്ട് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ കളരിക്ക് അങ്ങനെയുള്ള മോശമായ സൈഡ് എഫക്റ്റ് ഇല്ല എന്നും എപ്പോഴും ചിലവില്ലാതെ കൊണ്ട് നടക്കാൻ പറ്റിയതാണ് കളരി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കളരിയുടെ. ഈ കളരിയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇത് അഭ്യസിക്കുന്ന സമയത്ത് വളരെ നൈസർഗികമായിട്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ നിയന്ത്രണം നമ്മുടെ കയ്യിലേക്ക് വരും. അതിൻ്റെ അർത്ഥം നമുക്ക് ഫുൾ കോൺസെൻട്രേഷൻ ഉണ്ടായേ പറ്റൂ. അപ്പോൾ കളരി അഭ്യസിക്കുന്ന ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ മനസ്സും ശരീരവും ഒരു പോയിന്റിൽ നിൽക്കും. അത് കോൺസെൻട്രേഷൻ പവർ വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ളൊരു കുട്ടിക്ക് ഏത് വിദ്യ പഠിക്കുകയാണെങ്കിലും ഇത് പ്രയോജനം ചെയ്യും. അത് ഡാൻസ് ആയാലും മ്യൂസിക് ആയാലും മറ്റ് നമ്മുടെ അക്കാഡമിക്സ് ആയാലും സബ്ജക്റ്റുകൾ പഠിക്കുന്ന കാര്യത്തിലായാലും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ വിജയം നിശ്ചയിക്കുന്നത് ഈ കോൺസെൻട്രേഷൻ എന്നുള്ളൊരു പോയിന്റാണ്. കോൺസെൻട്രേഷൻ ഇല്ലെങ്കിൽ, അതായത് നമ്മുടെ കർമ്മത്തിൽ നമ്മൾക്ക് ശ്രദ്ധയില്ലെങ്കിൽ, കോൺസെൻട്രേഷൻ ഇല്ലെങ്കിൽ അതിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കില്ല. അതിൽ വിജയിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് നഷ്ടമുണ്ടാവും, നഷ്ടബോധം വരും, ഹാപ്പിനെസ് ഉണ്ടാവില്ല. ആത്യന്തികമായിട്ട് നമ്മൾ എന്ത് പഠിച്ചാലും നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാവണം. ശരിക്കും എഡ്യൂക്കേഷൻ ഈസ് ഫോർ ഹാപ്പിനെസ് ത്രൂ ലിബറേഷൻ എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ കളരി പഠിക്കുന്നതോടുകൂടി കുട്ടിക്ക് കോൺസെൻട്രേഷൻ കിട്ടും. അത് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അവൻ്റെ കർമ്മ മേഖലയിൽ വിജയിക്കാൻ സാധിക്കും. ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ അവന് സാധിക്കും. സംതൃപ്തി ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ ഒരു കുറച്ചും കൂടെ വിശാലമായ ഒരു ഫ്രെയിമിനകത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവാൻ സാധിക്കും.
നമസ്തേ, എൻ്റെ പേര് മുരളീധരൻ ഗുരുക്കൾ, CBM കളരി, പുത്തൂർ, പാലക്കാട്. സത്യം പറയണമെങ്കിൽ ഈ വ്യാസ വിദ്യാപീഠത്തിൽ ആദ്യമായിട്ടാണ് വിദ്യാലയങ്ങളിൽ ഒരു കളരി വേണം എന്ന് ഇതിൻ്റെ മാനേജ്മെൻറ്റ് മാന്യ ഭാസ്കർജി, കിഷോർജി അവരൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആശാൻ, എന്തുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു വിദ്യാലയത്തിൽ ഒരു കളരി കെട്ടിക്കോടാ, പൈസ നോക്കാതെ തന്നെ നമുക്ക് ശാസ്ത്രീയ രീതിയിൽ ഒരു കളരി കെട്ടണം, അതിന് വേണ്ട കാര്യങ്ങൾ ആശാൻ നോക്കിക്കോളൂ പറഞ്ഞു. ആദ്യമായിട്ട് വിദ്യാലയങ്ങളിൽ ഇങ്ങനെ ഒരു കളരി ശാസ്ത്രീയ രീതിയിൽ 42 അടി നീളം, 21 അടി വീതിയിൽ, തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയ്ക്ക് കളരി ഓതി, 3 മൂലസ്ഥാനങ്ങൾ, 5.5 അടി താഴ്ചയിൽ, 108 വേദമന്ത്രത്തോടു കൂടി 108 മെഡിസിൻ ഇട്ട സ്ഥലമാണ് ഈ ഭൂമി, ഈ കളരി ഉത്തമ ഭൂമിയായ കളരി. അതിൽ ഒരു മെഡിസിനാണ് ഈ ചെമ്മണ്ണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചെമ്മണ്ണ് അയൺ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് ഈ ചെമ്മണ്ണും കൂടെ അതിൽ ചേർന്ന്. അങ്ങനെ 108 മെഡിസിൻ ഇട്ടുകൊണ്ടാണ് ഈ കളരിയിൽ നമ്മൾ ചെയ്യുന്നത്. ഇത് പുറത്താണ് കൽവിളക്കും എല്ലാം ഉള്ളത്. മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ നിൽക്കുന്നത് 5.5 അടി താഴ്ച കുഴിക്കളരിയിലാണ്. ഈ കുഴിക്കളരിയിൽ എന്താണ് പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ, നമ്മളിപ്പോൾ കാട്ടിൽ കിടക്കുന്ന ഒരു മതം പിടിച്ച ഒരു ആനയെ നേരിട്ട് പോയി കൂട്ടിയിട്ട് വരാൻ പറ്റില്ല. ആനയേക്കാൾ വലിയൊരു കുഴി ഉണ്ടാക്കി ആ കുഴിയുടെ ഉള്ളിൽ അതിനെ വീഴ്ത്തിയതിന് ശേഷം മെരുക്കി എടുത്ത് ആ മതം പിടിച്ച ആനയെ അതിനെ നല്ല സാധാരണ നാട്ടിൽ കിടക്കുന്ന ആനയെ പോലെ നല്ല സ്വഭാവത്തോടു കൂടി കൂട്ടിയിട്ട് വരുന്നതാണ് ഈ കുഴിക്കളരിയുടെ ഉദ്ദേശം. എത്ര വലിയ അഹംഭാവം പിടിച്ച ഒരാളായാലും ഈ കുഴിക്കളരിയിൽ ഇറങ്ങി അവൻ നല്ല സ്വഭാവത്തോടു കൂടി ആഴങ്ങളിൽ ഇറങ്ങി പഠിച്ച് ഉയരങ്ങളിൽ കയറുന്നതാണ് ഈ കുഴിക്കളരിയുടെ പ്രത്യേകത. ഇതുകൊണ്ട് ഉണ്ടാവുന്ന ഗുണങ്ങൾ, 26 വർഷം ഞാൻ ഇവിടെ കളരി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് പെൺകുട്ടികളും 500-ൽ പരം പെൺകുട്ടികളും ആൺകുട്ടികളും വളരെ നല്ല രീതിയിൽ കളരി പഠിക്കുകയും അവർ ഈ സ്കൂളിൻ്റെ പാഠ്യവിഷയം കഴിഞ്ഞ് 12th കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് അവർ PG കഴിഞ്ഞ് ഇന്നും എൻ്റെ കൂടെ സജീവമായിട്ട് കളരിയിലുണ്ട്. മത്സരത്തിനൊന്നും ചാമ്പ്യൻഷിപ്പിനൊന്നും പങ്കെടുക്കില്ലെങ്കിലും അവർക്ക് അതിൻ്റെ താല്പര്യം ഇല്ലെങ്കിൽ കൂടെ ഇന്നും സജീവമായിട്ട് കളരിയിൽ അതിരാവിലെ വന്ന് എണ്ണ തേച്ച് പയറ്റുന്ന ഒരു ശൈലിയാണ്. അതുകൊണ്ട് അവർക്ക് ഉണ്ടാവുന്ന നേട്ടം വലിയൊരു സമ്പത്ത് തന്നെയാണ്. കാരണം ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഒരു പനി വന്നാൽ തളർന്നു കിടക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതൊന്നും ഈ കോവിഡ് കാലത്ത് ഒരുപാട് പെൺകുട്ടികളുണ്ടായിരുന്നു. അവർ കല്യാണം കഴിഞ്ഞ് കുട്ടിമക്കളൊക്കെ ആയ സ്ത്രീകൾക്ക് പോലും ആ കുട്ടികൾക്ക് പോലും ഒരു അസുഖം പോലും വരാതിരുന്നത് അത് ഈശ്വര കടാക്ഷം എന്ന് പറയാം, അത് കളരിയിൽ എടുത്തുകൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ള, പുറത്തുള്ള കുട്ടികൾ, ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ അച്ചടക്ക ബോധം, അവർക്ക് നല്ല അച്ചടക്ക ബോധം ഉള്ള കുട്ടികളായിട്ട് മാറി. അതിനു മുമ്പ് ആ കുട്ടികൾ കളരിയിൽ വരുന്നതിന് മുമ്പ് ഉണ്ടാവുന്നതും കളരിക്ക് വന്നതിന് ശേഷം ഒരുപാട് പേരൻസ് എന്നോട് വിളിച്ചു പറഞ്ഞു, ആശാനെ, എൻ്റെ മകനെ നല്ല രീതിയിൽ രൂപപ്പെടുത്തി തന്നതിൽ, ആ കളരിയിൽ എൻ്റെ മകനെ വാർത്തെടുത്ത് തന്നതിൽ എങ്ങനെ ഞാൻ നന്ദി പറയണം എനിക്കറിയില്ല. അതുമാതിരി അംഗവൈകല്യം ആയ കുട്ടികളെ ഒരമ്മ കുട്ടിയെ എടുത്തിട്ട് വരികയാണ്. അവിടെ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ടാണ് കൊണ്ടുവരിക. കാലിന് ശേഷിയില്ലാത്ത കുട്ടികൾ, ഗോവിന്ദ് എന്ന് പറഞ്ഞ കുട്ടിയാണ്, അവരമ്മ ടീച്ചറാണ്. അപ്പൊ കളരിയെക്കുറിച്ച്, കളരിയുടെ ആ അടിത്തറ എന്താണെന്ന് മനസ്സിലാക്കിയ ആ ടീച്ചർ അധ്യാപിക എന്നെയോട് വന്ന് കാണാനും, എൻ്റെ മകനെ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല ഭഗവാനെ, കളരിയിൽ തരൂ. കളരിയിൽ നിന്ന് ആ കുട്ടി നന്നായിട്ട് നല്ലൊരു ഉഷാറോടുകൂടി തേജസ്സോടുകൂടി ആ കുഴിയിൽ നിന്നും വലിയ ആളായിട്ട് യോദ്ധാവായിട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് അന്ന് മുതൽ ആ കുട്ടിയെ ഞാൻ ഒഴിച്ചൽ ചെയ്ത് നല്ല രീതിയിൽ കിഴി ഒഴിച്ചലും നവരക്കിഴിയും ധാരിയും മസ്തിയും എല്ലാം ചെയ്ത് ആ കുട്ടിയെ ഇവിടുന്ന് നല്ല രീതിയിൽ വളർത്തി വലുതാക്കി കൊണ്ടുവന്നു. ഇന്ന് ആ ചെറിയ കുട്ടിയിൽ വന്ന ആ കുട്ടി ഇന്ന് +2 കഴിഞ്ഞ് PG കഴിഞ്ഞ് ഇന്നൊരു ജോലിയായി. വളരെ സന്തോഷം. അവരുടെ പാരൻസ് നമ്മുടെ സ്കൂളിനെ ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് കൂടിയിട്ട് അത് മാഗസിനിൽ തന്നെ വരാനും, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അവന്മാർ ഇവിടെ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് ഒരുപാട് ബാക്ക് പെയിൻ, അവന്മാർ തലവേദന, സ്പോൺസിലൈറ്റിസ് ഇമാരുള്ള കാര്യങ്ങളൊക്കെ ഈ കളരിയിൽ വെച്ചുകൊണ്ട് തന്നെ അകത്ത് മരുന്നുകളും കളരിയുടെ അകത്തുള്ള മരുന്നുകളും പുറത്തുള്ള ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ട് മാറിയ ചരിത്രം ഒരുപാടുണ്ട് ഇന്ന് ഈ സ്കൂളിൽ. അപ്പോൾ സ്കൂളിൽ ഉണ്ടാവുന്ന കളരി ഇതുപോലെ എല്ലാ വിദ്യാലയങ്ങളിലും കളരി വരണം. എല്ലാ പെൺകുട്ടികളും ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ചെറിയ കുട്ടിയെ കൂടെ വിടുന്നില്ല. പെൺകുട്ടികൾക്ക് ഒരു പ്രൊട്ടക്ഷനാണ്. ഈ കളരി പഠിച്ചു കഴിഞ്ഞാൽ നല്ല അച്ചടക്ക ബോധം, നല്ല കോൺസെൻട്രേഷൻ, നല്ല ബ്ലഡ് സർക്കുലേഷൻ, ശരീരത്തിലുണ്ടാവുന്ന എല്ലാ അവയവങ്ങൾക്കും എല്ലാ പാർട്സുകൾക്കും നല്ലൊരു ഉന്മേഷവും ഉഷാറും ഉണർവും കിട്ടുന്ന
കളരി. കേരളത്തിൻ്റെ തനതായ ഈ കല വളരണം, അത് അഭിവൃദ്ധിയായിട്ട് നന്നായി പടർന്ന് പന്തലിച്ചു വരണം. ഓരോ പെൺകുട്ടികളും വരുംകാലം ഉണ്ണിയാർച്ച മാതിരി വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. സർവേശ്വരനോടും എൻ്റെ കളരി ഭഗവതിയോടും എൻ്റെ ഗുരുനാഥന്മാരോടും പ്രാർത്ഥിച്ച് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നത് അത് ഇന്നും നടന്നു വരുന്നുണ്ട്. നന്ദി, നമസ്കാരം. നമസ്കാരം, എൻ്റെ പേര് ആതിര. ഞാൻ ചന്ദ്രനാർന്നാണ് വരുന്നത്. ഞാൻ 10 വർഷമായി കളരി പഠിക്കാൻ തുടങ്ങിയിട്ട്. കളരി പഠിക്കുന്നതിന് മുമ്പ് ഞാൻ വളരെ പേടിയും ഭയങ്കര മടിച്ചായിരുന്നു. ഒന്നിനോട് അത്ര ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിയല്ല. ഒതുങ്ങിക്കൂടാന്നുള്ള ആഗ്രഹത്തിൽ ഇരുന്ന കുട്ടിയാണ്. പക്ഷേ കളരി പഠിച്ച് ഞങ്ങളുടെ അവിടെ ഉള്ള കുട്ടികളൊക്കെ പോകണം, അപ്പം എനിക്ക് എന്തുകൊണ്ട് പൊക്കൂടാ, അതൊന്ന് നോക്കാലോ എന്നുള്ളതിൽ പോയതാണ്. ആദ്യമൊക്കെ വീട്ടിൽ പറഞ്ഞു, എന്തിനാണ് നീ പോണത്, വീട്ടിൽ ഇരിക്കി, പെൺകുട്ടിയല്ലേ, അടക്കത്തോടെ വീട്ടിൽ ജോലിയൊക്കെ ചെയ്തിരിക്കേണ്ടതല്ലേ, നീ എന്തിനാ ഇങ്ങനെ മറിയാനൊക്കെ പോകുന്നത് എന്നൊക്കെയായിരുന്നു വീട്ടിലെ ആദ്യത്തെ അഭിപ്രായം. പിന്നെ ഞാനത് കാര്യമാക്കിയില്ല. അമ്മയെ കാണാതെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്നുള്ളതിൽ പോയി. പിന്നെ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അവർ പറഞ്ഞു തരുന്നതും ചെയ്യാൻ പറ്റുമോ, അയ്യോ എനിക്ക് വയ്യ, എനിക്ക് കൈകാലൊക്കെ വേദനിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നീട് ഞാൻ ഓരോ ദിവസം എന്തുകൊണ്ട് എല്ലാവരും നല്ല സൂപ്പറായി ആക്റ്റീവായി ചെയ്യണു, ഞാൻ മാത്രം എന്തിനാ ഇങ്ങനെ മാറിയിരിക്കണം എന്നുള്ളൊരിത് തോന്നി. പിന്നെ എനിക്കും എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു തോന്നൽ വന്നു. പിന്നെ കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങി. കുറേ ഏട്ടന്മാരും കളരിയിലത്തെ സാറുമാരും എല്ലാവരും എന്നെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ അവർ കുറേ പരിശ്രമിച്ചു. കുറേയൊക്കെ അടി വാങ്ങിയിട്ടുണ്ട്. എന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നീട് അവർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കി പിന്നീട് ഞാൻ അതിലേക്ക് ഇറങ്ങി തന്നെയാണ് സത്യം. പിന്നെ കളരി പഠിക്കുന്നത് കൊണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ മെൻ്റലി ഫിസിക്കലി നല്ല ഫിറ്റായിരിക്കും. എല്ലാം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ചിന്തിക്കാനുള്ളൊരു ഇത് നമുക്ക് കിട്ടും. പിന്നെ എപ്പോഴും ഇപ്പോൾ വീട്ടിലെ വേറെ ആൾക്കാരൊക്കെ ആണെങ്കിൽ എല്ലാം ഒതുങ്ങിക്കൂടാനും TV-യുടെ മുമ്പിലും, ഇപ്പൊ പണ്ടൊക്കെ കുട്ടിക്കാലത്ത് കളിക്കാനും എല്ലാവരും പുറത്തു പോയിട്ട് ഇരുന്ന ഒരു കാലമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ മൊബൈലിന്റെ മുന്നിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാവണം എല്ലാ കുട്ടികളും. അപ്പൊ എന്താണെന്ന് അറിയാനും കലകളെ കുറിച്ച് അറിയാനും കളരി എന്താണ്, കളരി മാത്രമല്ല അങ്ങനെയുള്ള ഓരോ ആയോധന മുറകളും അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് തോന്നി. എനിക്ക് ഇതുകൊണ്ട് നല്ലൊരു മാറ്റമാണ് ഉണ്ടായത്. അപ്പൊ എന്നിലൂടെ വേറെ കുട്ടികൾക്കും ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സ്കൂളിൽ കളരി പഠിപ്പിക്കാൻ ഒരു അവസരം എനിക്ക് വ്യാസവിദ്യാലയത്തിൽ കിട്ടി. ഇപ്പോഴത്തെ സമൂഹത്തിൽ ലഹരി എന്ന് പറഞ്ഞ സംഭവത്തിൽ അതിനെക്കുറിച്ചും അതുപോലെ തന്നെ പീഡനങ്ങൾ അങ്ങനെ കുറെ നമ്മൾ കണ്ടു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാലത്ത്. അപ്പൊ അതിൽ നിന്ന് എല്ലാ കുട്ടികളും കുറച്ച് സ്ട്രെങ്ത് ആയിരിക്കണം, അവർക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടണം. ഞാൻ ഈ സ്കൂളിൽ 2 മാസമായിട്ടുള്ളൂ കളരി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ കളരി പഠിക്കാൻ വന്ന കുട്ടികൾ കളരി എന്താണെന്ന് അറിയില്ല, പക്ഷെ അതിനെക്കുറിച്ച് അറിയാനും അത് പഠിക്കാനും ആയിട്ട് വന്നതാണ്. പിന്നീട് അവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അവരിൽ നിന്ന് കുറെ മാറ്റങ്ങൾ കാണാൻ സാധിച്ചു. പിന്നെ നമ്മൾ ഏതൊരു സാഹചര്യത്തിലും കളരി എന്നുള്ള എക്സസൈസ് എല്ലാവിടെയും ചെയ്യാം. ഞാൻ എൻ്റെ ഭാഗത്ത് കളരി ഉണ്ട്, പക്ഷെ ഈ സ്കൂളിൽ കളരി പാരമ്പര്യമായിട്ട് കുറേ വർഷങ്ങളായിട്ട് ഉള്ളതാണ്. അപ്പോൾ ഇവിടെ പഠിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. അവരിൽ നിന്ന് കുറേ വ്യത്യാസങ്ങളും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. 2 മാസമായിട്ടുള്ളൂ പഠിക്കാൻ തുടങ്ങിയിട്ട് കുട്ടികൾ. അപ്പോൾ അവരിൽ കുറേ വ്യത്യാസങ്ങൾ കാണാൻ സാധിച്ചു എന്നാണ്. നമസ്തേ, എൻ്റെ പേര് സ്നേഹ. ഞാൻ വ്യാസവിദ്യാപീഠത്തിൽ 10th സ്റ്റാൻഡേർഡാണ് പഠിക്കുന്നത്. കളരി ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ട് 2 മാസമായി. സ്കൂളിൽ തന്നെ കളരി വെച്ചത് കാരണം വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ലാണ്ട് സ്കൂൾ കഴിഞ്ഞതും നേരെ കളരിക്ക് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോകേണ്ട സമയം ഉണ്ടായിരുന്നു. വേറെ എവിടെയെങ്കിലും ആണ് കളരി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഞാൻ 100% ഞാൻ പോവില്ലായിരുന്നു. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു കലയും കൂടെ ആയിരുന്നു കളരി. ഞാൻ യോഗയും കൂടെ പഠിക്കണ വിദ്യാർത്ഥിയാണ്. അപ്പോൾ യോഗയിൽ വേണ്ടത് ഫ്ലെക്സിബിലിറ്റി ആണ്, കളരിയിൽ വേണ്ടത് ഫ്ലെക്സിബിലിറ്റിയും സ്പീഡും അങ്ങനെ എല്ലാം വേണം. കളരി പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ബോൾഡായിട്ട് പേടിയില്ലാണ്ട് ചെയ്യേണ്ട ഒരു കലയും കൂടെയാണ്.
കേരളത്തിലെ ആയോധന കലയും കൂടെയാണ് കളരി. അപ്പോൾ നമ്മൾ കേരളയിൽ ഇരുന്നിട്ട് കളരി പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. താങ്ക് യു. നമസ്തേ, എൻ്റെ പേര് രേഖ. വ്യാസവിദ്യാപീഠത്തിലെ +2 സയൻസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ കളരി പഠിക്കാൻ തുടങ്ങിയിട്ട് 2 മാസമായി. കളരിക്ക് ചേരുന്ന മുമ്പ് എനിക്ക് കളരിയെക്കുറിച്ചൊന്നും അറിയണ്ടായിരുന്നില്ല. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, എൻ്റെ ഈ ഫിസിക്കൽ ഫിറ്റ്നസ് കാരണം കൊണ്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ കളരി പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്ത് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ചേച്ചി എന്നെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് കളരി ബോയ്സിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് ഞങ്ങൾക്ക് ഇൻഫോർമേഷൻ കിട്ടിയത് ഗേൾസിനും കളരി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ എനിക്ക് കളരി ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഇങ്ങനെ ചെയ്യണം എന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കളരി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്ന് ചേർന്നു. പിന്നെ ഇവിടെ ഇല്ലെങ്കിലും ഞാനിപ്പോൾ വെളിയിൽ പോയി പഠിക്കുമെന്നില്ല. എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ +2 ആണ്. അത് കഴിഞ്ഞാൽ കുറേ സ്റ്റഡീസ് ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് വെളിയിൽ പോകാൻ പറ്റുമെന്ന് ഡൗട്ടാണ്. അപ്പോൾ ഇവിടെ കളരി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞപ്പോൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്തു, പഠിക്കാൻ തുടങ്ങി. 2 മാസമായി.